കൊടിമരക്കൊള്ളയിൽ വിജിലൻസിന്റെ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഡിവൈഎസ്പി ഹരി CS-ന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. ഹരിമോഹനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഹരി, ഈ കൊടിമരം മാറ്റിയതുമായി പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ദുരൂഹതകൾ ആരോപിക്കുന്നതിനിടയിലാണ് വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു, ഏതൊക്കെ രീതിയിലായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക? ഏറ്റവും ഒടുവിൽ നമ്മൾ പുറത്തുവിട്ട ഈ താഴികക്കുടങ്ങൾ മാറ്റിയതിൽ പോലും വലിയ ദുരൂഹതയുണ്ടെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. വിനിത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വിജിലൻസ് അതിന്റെ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം കൊടിമരക്കൊള്ളയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വിജിലൻസിന്റെ ദക്ഷിണ മേഖല SP-യുടെ മേൽനോട്ടത്തിൽ ഉള്ള സംഘത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് DYSP ആയിട്ടുള്ള ഹരി CS ആണ്. ഹരി CS-ന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക. തിരുവനന്തപുരം യൂണിറ്റിലെ 2 ഇൻസ്പെക്ടർമാരും പത്തനംതിട്ട യൂണിറ്റിലെ 1 ഇൻസ്പെക്ടറും ഉണ്ട്. അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ള, എങ്ങനെയാണോ SIT രൂപീകരിച്ചത് അതിന് സമാനമായി തന്നെയുള്ള ഉദ്യോഗസ്ഥർ, ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെ തന്നെയാണ് വിജിലൻസിന്റെ കൊടിമരക്കൊള്ള അന്വേഷിക്കുന്ന സംഘത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. 1 മാസത്തെ സമയം, അതായത് കൃത്യം 30 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് ഉദ്ദേശിക്കുന്നത്. അതിന് പ്രാഥമിക അന്വേഷണമാണ് നടത്തുക. പ്രാഥമിക അന്വേഷണത്തിന് സാധാരണ 3 മാസം കിട്ടാറുണ്ടെങ്കിലും ഇത് ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുള്ളത് കൊണ്ട് 1 മാസത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കും. ആദ്യ നടപടി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൽ നിന്നും ദേവസ്വം വിജിലൻസിൽ നിന്നും കിട്ടാവുന്ന റെക്കോർഡുകളെല്ലാം തന്നെ, കിട്ടാവുന്ന രേഖകളെല്ലാം തന്നെ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകം തന്നെ ദേവസ്വം സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കത്ത് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം നൽകിയിട്ടുണ്ട്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമുള്ള എല്ലാ രേഖകളും, മഹസർ, കൊടിമര പുനഃപ്രതിഷ്ഠ നടക്കുന്ന സമയത്തുണ്ടായിരുന്ന രേഖകൾ, സ്വർണം സംഭാവനയായി സ്വീകരിച്ചതിന്റെ രേഖകൾ അടക്കമുള്ളവയെല്ലാം തന്നെ കൈമാറണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഇന്നോ വൈകിട്ടോ നാളെ രാവിലെയോ ഈ രേഖകളെല്ലാം കൈമാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിനോടകം കൈവശപ്പെടുത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള രേഖകളും കൈമാറുക എന്നുള്ളത് കൂടിയുണ്ട്. മാത്രമല്ല 27 പേരുകൾ, അതായത് നടന്മാരും നിർമ്മാതാക്കളുമായിട്ടുള്ള 27 പേർ സ്വർണം സംഭാവന ചെയ്തവരായുണ്ട്. ആ 27 പേരുടെയും വിവരങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ ASP കുറുപ്പ്, മുൻ അഡ്വക്കേറ്റ് കമ്മീഷനായിട്ടുള്ള ASP കുറുപ്പിന്റെ മൊഴി ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാഥമിക അന്വേഷണമായതുകൊണ്ട് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ കടക്കില്ല. പക്ഷേ മൊഴി അടക്കമുള്ളവ രേഖപ്പെടുത്തും. 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ച് കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ അതിൽ കേസെടുത്ത് പിന്നീട് ഒരു അന്വേഷണം കൂടി നടത്തും എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. വിനീത, ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലാണ് വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. DYSP ഹരി CS-ന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. ഈ കൊടിമരക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ നിർണായകമായ വിവരങ്ങളും റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം വരികയും ചെയ്യുന്നത്. താഴികക്കുടങ്ങളിലെ ദുരൂഹത സംബന്ധിച്ച് അല്പം മുൻപാണ് പ്രസാദ് അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടതും. അഭിഭാഷക കമ്മീഷനായ അഡ്വക്കേറ്റ് ASP കുറുപ്പിന് ഏതായാലും കുരുക്കു മുറുകുന്നു ഈ ഘട്ടത്തിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.